നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വിശ്വാസവും സ്നേഹത്തെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വിശ്വാസവും സ്നേഹവും വളരെ ഇറ്റ്സ് വെരി വെരി ക്ലോസ്ലി റിലേറ്റഡ്. അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടൊരു കണക്ഷൻ ഉള്ളതാണ് വിശ്വാസവും സ്നേഹവും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 13-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം എന്താ ഉള്ളത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതെല്ലാം ഒരേ തലത്തിലാണ് കിടക്കുന്നത്. സിസ്റ്റർ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യസ് 13:13. എന്നാൽ സ്നേഹമാണ് അതിനു മുമ്പുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഒരു നോക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ ഈ 1 കൊരിന്ത്യസ് 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണെന്ന്. പലപ്പോഴും അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും 1 കൊരിന്ത്യസ് 13-ാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ആ 1 കൊരിന്ത്യസ് 13-ാമത്തെ അധ്യായം പറയുന്നത്. കാരണം നമുക്ക് മനുഷ്യനിൽ വിശ്വാസമുണ്ടോ? ഇല്ല. മനുഷ്യനിൽ പ്രത്യാശ വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നൊക്കെ 1 കൊരിന്ത്യസ് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾക്ക് പ്രത്യാശ നൽകുന്നു. ആ പ്രത്യാശയുടെ ഉറവിടം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ആ പ്രത്യാശയെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്നെ നിരാശപ്പെടുത്തുന്നില്ല. I am not the hope that I have in Jesus Christ does not put me to show. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. Does not disappoint me. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു പ്രത്യാശയ്ക്കൊരു അവകാശമുണ്ട്. ആ പ്രത്യാശയ്ക്കുള്ള എൻ്റെ ഒരു അവകാശം എങ്ങനെയാണ്? എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഗ്രഹിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യാശ ഉണ്ടാകും. ഏത് സാഹചര്യത്തിൽ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ആ പ്രത്യാശ ഉണ്ടാവും. ആ പ്രത്യാശ ഉണ്ടാകുന്നത് എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം, ഫെയ്ത്ത്, പ്രത്യാശ, സ്നേഹം എല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതാണ്: ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്ന ആ വിശ്വാസം ഒരു തരത്തിലുള്ള മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലുള്ളൊരു വിശ്വാസമായിരിക്കരുത്. അതിനുപരി ആ വിശ്വാസം ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്ന തരത്തിലുള്ള വിശ്വാസമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ഇസ് എന്നെ ഒരു യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമായിരിക്കണം. പല വ്യക്തികൾക്കും അവർക്ക് ക്രിസ്തീയ ഡോക്ട്രിൻ അല്ലെങ്കിൽ പ്രബോധനം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ പ്രബോധനം ഒരു ബന്ധത്തിലേക്ക് അവരെ നയിക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അവർക്ക് എല്ലാം അറിയാം. യേശുക്രിസ്തു രക്ഷകനാണെന്നും ഏകജാതനാണെന്നും യേശുക്രിസ്തു മരിച്ച് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും എല്ലാം അറിയാം. അതിൻ്റെ പ്രബോധനം അറിയാം, ഡോക്ട്രിൻ അറിയാം. പക്ഷേ ആ ഡോക്ട്രിൻ അല്ലെങ്കിൽ ആ പ്രബോധനം അവരെ യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് നയിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസം ഇസ് ഡെഡ്, നിർജീവനാണ്. ഒന്ന് വായിച്ചേ. ദാറ്റ് ഇസ് ജെയിംസ് 2:24 ഐ തിങ്ക്, അല്ലേ? മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവൃത്തി മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. അതെ,
For as a body without the spirit is dead, so faith without works is dead also. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എന്നെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കണം. എന്താണ് പ്രവൃത്തി? ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കണം. കാരണം ആ വിശ്വാസം എനിക്ക് പ്രത്യാശ തരുന്നു. പ്രത്യാശയുടെ ഉറവിടം ദൈവത്തിൻ്റെ സ്നേഹമാണ്. സോ ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ലീഡ്സ് മീ ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഹല്ലേലൂയ, ലവിങ് റിലേഷൻഷിപ്പ്. അപ്പം നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നതും ഒരു ബുദ്ധിയിലുള്ളതാണോ? സ്നേഹവും ഒരു പ്രവൃത്തിയല്ലേ, അല്ലേ? ലവ് ഈസ് എൻ ആക്ഷൻ ആണോ? സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ പലവർക്കും സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ ആ വ്യക്തിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ആ വ്യക്തിയെ എൻ്റെ മനസ്സിൽ സ്നേഹിക്കുന്നു, അല്ലേ? പക്ഷെ ആ സ്നേഹം പ്രവൃത്തി രംഗത്ത് വരുന്നില്ല, അല്ലെ പ്രവൃത്തി മേഖലയിലേക്ക് വരുന്നില്ല. സോ ലവ് ഇസ് എൻ ആക്ഷൻ. അതുപോലെ തന്നെ ഫെയ്ത്ത് ഇസ് എൻ ആക്ഷൻ. അപ്പോൾ ഫെയ്ത്ത് ഒരു പ്രവൃത്തി ഇല്ലാതെയുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു നിർജീവ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്ലിയർലി യു ആർ എൻ എപ്പിസിൽ ഓഫ് ക്രൈസ്റ്റ്, മിനിസ്റ്റേർഡ് ബൈ അസ്, റിട്ടൺ നോട്ട് വിത്ത് ഇങ്ക് ബട്ട് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, നോട്ട് ഓൺ ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ ബട്ട് ഓൺ ടാബ്ലറ്റ്സ് ഓഫ് ഫ്ലെഷ്, ദാറ്റ് ഈസ് ഓഫ് ദ ഹാർട്ട്. ഒന്ന് വായിക്കാമോ? മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, പലകകളിലല്ല, മനുഷ്യരുടെ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ക്ലിയർലി യു ആർ എൻ എപ്പിസിൽ ഓഫ് ക്രൈസ്റ്റ്. എപ്പിസിൽ എന്ന് പറയുന്നത് എന്താണ്? എപ്പിസിൽ എന്ന് പറയുന്നത് കുഡ് ബി എ മെസ്സേജ് or could also mean a messenger. A messenger, that is the word can be a messenger who's coming with a message. So ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഒരു എപ്പിസിലാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ദൂതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ്. യു ആർ എൻ എപ്പിസിൽ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ദർ ഇസ് എ മെസ്സേജ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദൂതനാണെങ്കിൽ നമ്മൾക്കൊരു ദൂത് വേണ്ടേ? ഹലോ, ഞാനൊരു ദൂതനാണ് എന്ന് പറഞ്ഞ് ഞാൻ നടന്നാൽ മതിയോ? പക്ഷേ ആ ദൂതനായിരിക്കുന്ന ആ സ്ഥാനം ഐ മസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ ബൈ എ ദൂത്, അല്ലേ? ഒരു ദൂത് വഴി മാത്രമേ ഒരു ദൂതനാകുന്നുള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ദൂതനാവണമെന്നുണ്ടെങ്കിൽ അവനൊരു ദൂത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൂതനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദൂതുണ്ടോ? ഒരു ദൂതുണ്ടോ? ഡു യു ഹാവ് എ മെസ്സേജ്? ഓൺലി ദെൻ യു ആർ എ മെസ്സഞ്ചർ. കാരണം നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ പോസ്റ്റൽ സിസ്റ്റമൊക്കെ വളരെ അത്ര അഡ്വാൻസ് അല്ലാത്ത കാലത്ത് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ ഒളിമ്പിക്സിൽ മാരത്തോൺ എന്ന് പറയുന്നത് തന്നെ ഉണ്ടായത്. ഒരു വ്യക്തി ഒരു സന്ദേശവുമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അവിടെ ചെന്നിട്ട് ആ സന്ദേശം പറയുമായിരുന്നു. അവനൊരു ദൂതനാണ്. അവൻ വരുന്നത് ഒരു ദൂത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങൾ കൂട്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ദൂതാണ് കൊടുക്കാനുള്ളത്? എന്ത് ദൂതാണ് കൊടുക്കാനുള്ളത്? നമുക്കറിയാം, വചനത്തിൽ നോക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലന് ഒരു ദൂതുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ നോക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയായിരുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ദൂതുണ്ട്. ആ ദൂത് എന്തായിരുന്നു? ചില കെട്ടുകഥകളോ വെറും ഒരു സാധാരണ ഒരു പ്രബോധനങ്ങളോ ഒന്നുമല്ലായിരുന്നു. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു സത്യമാണ് അവന് പറയാനുണ്ടായിരുന്നത്. അവൻ പറയുന്നത് എന്തായിരുന്നു? വചനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, when I am with you I don't want to know anything among you except Jesus Christ and him crucified. ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾക്ക് ഞാനും നിങ്ങളും ഒരു ദൂതനാണെങ്കിൽ നമ്മൾക്കൊരു ദൂത് വേണം. ആ ദൂത് ദൈവം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? കൽപ്പലകളിലല്ല, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴി എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് റോമൻസ് 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ എന്ത് ദൂതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ദൂതാണ് റോമൻസ് 5:5 വഴി എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഒന്ന് വായിച്ചേ, റോമൻസ് 5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട്, കൽപ്പലകളിലല്ല ഈ ദൂത് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതിനുപരി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് എഴുതിയിട്ടുണ്ട്. ആ ദൂത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന് എനിക്കും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ ദൂത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ദൂതാണ്. ആ ദൂതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രത്യാശയുടെയും എൻ്റെ വിശ്വാസത്തിനെല്ലാം ഉറവിടം ആ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ ദൂതാണ് പറയുന്നത്. Are you with me? കാരണം അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത വചനം, ദാറ്റ് ഈസ് 2 Corinthians 3:5 വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോട്ട് ദറ്റ് വി ആർ സഫിഷ്യൻറ്റ് ഓഫ് ourselves to think of anything as being from ourselves, but our sufficiency is from God. വായിച്ചേ. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. നമ്മളുടെ യോഗ്യത എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. ആ യോഗ്യത എങ്ങനെയാണ് വരുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട്. ദാറ്റ് ഈസ് ആൻ ഓൾ സഫിഷ്യൻറ്റ് ഗോഡ്. അവൻ എല്ലാത്തിലും മതിയായ ഒരു ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ അവന് എല്ലാത്തിലും മതിയായ, ഇഫ് ഹീ ഈസ് ഓൾ സഫിഷ്യൻറ്റ്, എനിക്ക് ഒരു കുറവും ഉണ്ടാകുക ഇല്ല. അതുകൊണ്ടാണ് 23-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വചനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞത് എന്താണ്? കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അത്രയും, കാരണം അവന് ആ ദൈവത്തെക്കുറിച്ച് അറിയുകയും ആ ദൈവത്തിൻ്റെ സഫിഷ്യൻസിയെക്കുറിച്ച് അറിയുകയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അറിയുവാൻ പറ്റിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് ആ പരിശുദ്ധാത്മാവ് വഴി കിട്ടേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, ഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്: ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ആത്മധൈര്യം വരും. ഇന്ന് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് ചിലപ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. കുടുംബത്തിൽ നിന്നായിരിക്കാം, കൂട്ടുകാരുടെ അടുത്ത്, സമൂഹത്തിൽ നിന്നായിരിക്കാം, ഏത് മേഖലയിൽ നിന്നും നിങ്ങൾക്ക് എതിരെ പീഡനങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനേക്കാളൊക്കെ ഉപരി എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ ഉറവിടം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, വിശ്വാസവും സ്നേഹവും എല്ലാം വളരെ, ഇറ്റ്സ് വെരി ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ്. എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ആ വിശ്വാസം എൻ്റെ ബുദ്ധി തലത്തിലുള്ള ഒരു വിശ്വാസമായിരിക്കും. എന്നെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. പല വിശ്വാസികളും ആ ബുദ്ധി തലത്തിൽ മാത്രമേ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം, പേടി, ഭയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടം എന്താണ്? കുറവിനെ കുറിച്ച് അല്ലേ? കുറവ്, ഫിയർ ഓഫ് ലാക്ക് അല്ലേ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകും, അതാണ് എന്നെ ഭയത്തിലേക്ക് നയിക്കുന്നത്. അത് പലതരത്തിലുള്ള കുറവായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക മേഖലയിലുള്ള കുറവായിരിക്കാം, ചിലപ്പം ആരോഗ്യ മേഖലയിലുള്ള കുറവായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തി ബന്ധത്തിലുള്ള കുറവായിരിക്കാം. എപ്പോഴും കുറവാണ് നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ കുറവ് എവിടെ നിന്നാണ്? യേശു ക്രിസ്തുവിൽ കുറവില്ല. കാരണം അവൻ എല്ലാത്തിലും മതിയായവനാണ്. Are you with me? നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഹീ ഈസ് എൻ ഓൾ സഫിഷ്യൻറ്റ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾക്കൊക്കെ തരുവാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കുറവ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടാകുകയില്ല, ഒരു മേഖലയിലും എനിക്ക് കുറവുണ്ടാകുകയില്ല എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ പിന്നെ എനിക്ക് ഭയമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയണം, ദ ലോർഡ് ഇസ് മൈ ഷെപ്പർഡ്. കാരണം ആ ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരണം. ആൻഡ് കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ഹി വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്. യു വിൽ നോട്ട് ലാക്ക് എനിത്തിങ്. ഏത് മേഖലയിലാണെങ്കിലും എനിക്ക് അവിടെ സമൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എൻ്റെ ദൈവം എനിക്ക് സമൃദ്ധമായ ഒരു ജീവൻ തരുവാനാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അതൊക്കെ എനിക്ക് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതെനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞ്, അത് ഗ്രഹിച്ച്, അത് മനസ്സിലാക്കി, അത് അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് അറിയണം.
സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്, ദ ലവ് ഓഫ് ഗോഡ്. അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്, 16-ാമത്തെ വചനം, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അത് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഞാൻ എവിടെയോ വായിച്ച് കേട്ടു, ബൈബിൾ മുഴുവൻ ഒരു വചനത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ്, ഈ വചനമാണ് പറയേണ്ടത്. ഒരു വചനത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ 3:16, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോ ബിലീവത്ത് ഇൻ ഹിം shall not perish but have everlasting life. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം നിങ്ങളെല്ലാം പല പ്രാവശ്യം കേട്ടതാണ്. പക്ഷേ കേട്ടിട്ടും പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ ഭയമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു മേഖലയിലും എനിക്ക് ഒട്ടും ഭയമില്ല എന്ന് പറയുവാൻ പറ്റണം. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അത്രയും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് പറ്റിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൺലി ബൈ എന്നാ പറയുന്നത്, യേശുവിൻ്റെ വിശ്വസിച്ച് ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് മാത്രമേ നമുക്ക് ആ അവസ്ഥയിലേക്ക് വരുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്, ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസത്തിൽ നിന്ന് മറ്റു ദിവസത്തിലേക്കല്ലേ, അങ്ങനെ വളർന്ന് നമ്മൾ ജീവിക്കുക. ആ ജീവിക്കുന്നത് എന്തിനാണ്? വിശ്വാസത്തിൽ ജീവിക്കുക. ആ വിശ്വാസത്തിൽ എനിക്ക് ജീവിക്കുവാനുള്ളതിൻ്റെ യോഗ്യത എവിടെ നിന്നാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട്. സോ നമ്മളുടെ വിശ്വാസം വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റുക. 1 യോഹന്നാൻ 4:18 വായിച്ച്. 1 John 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ദിസ് ഇസ് എ വെരി ഫണ്ടമെന്റൽ തിങ് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മേഖലയിൽ ഏതെങ്കിലും ചിലപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു കോട്ടം വരും, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യ മേഖലയിൽ എനിക്കൊരു കോട്ടം വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ എനിക്കൊരു കോട്ടം വരുമെന്ന് നിങ്ങൾക്ക് ഒരു ഭയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് നിങ്ങൾ ഇന്ന് മുറുകെ പിടിച്ചത് സ്വന്തമാക്കേണ്ടത് ഈ വചനമാണ്. ഒന്ന് വായിച്ചേ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. അതെ, ദൈവസ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ മക്കളാക്കിയതും ശിക്ഷിക്കാനല്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കാനാണ്. ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ച് എന്നെ അനുഗ്രഹിക്കാനാണ്. അപ്പോൾ അവിടെ there is no place. ഇംഗ്ലീഷിൽ പറയുന്നത് ഫിയർ ഇസ് ടോർമെന്റ് എന്നാണ് പറഞ്ഞത്. ടോർമെന്റ് എവിടെയാണ് നമ്മൾ സാധാരണ ടോർമെന്റിനെ കുറിച്ച് കേൾക്കുന്നത്? നരകത്തിലാണ് ടോർമെന്റ്. അത് സാത്താൻ്റെയാണ് ടോർമെന്റ്. ഭയമാണ് സാത്താൻ്റെ, അല്ലേ? കാരണം വിശ്വാസത്തിന്റെ വിപരീതം ഭയമാണ്. വിശ്വാസം സ്നേഹവും ഒന്നാണെങ്കിൽ സാത്താൻ നമ്മളിൽ കൊണ്ടുവരാൻ നോക്കുന്ന ഭയം അവൻ്റേതാണ്, അവിടെ നിന്നുള്ളതാണ്, അത് യേശുവിൽ നിന്നുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ ആ ഭയം, ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുകയാണെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ദൈവസ്നേഹത്തിൻ്റെ കുറവിനെ കുറിച്ച് നിങ്ങളുടെ ചിന്തയിൽ അവൻ ഒരു ദൂത് തരികയാണ്. നിന്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ പറ്റുകയില്ല, ഇത് അസാധ്യമാണ് എന്നുള്ള ചില ദൂതുകൾ അവൻ തരാൻ നോക്കുകയാണ്. അങ്ങനെ സ്നേഹം, വിശ്വാസം മാറ്റിയിട്ട് അതിൻ്റെ അവിടെ ഭയം ഇടാൻ നോക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? there is no fear in love because perfect love casts out all fear. പിന്നെ അവസാനത്തെ ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഭയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥലം ഇല്ല. Are you with me? Hallelujah. പ്രിയപ്പെട്ടവരെ, this is probably the best message that you can ever hear. കാരണം മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന് എപ്പോഴും സാത്താൻ അവന് ഭയം കൊണ്ടുവരാൻ നോക്കും. ഭയം. കാരണം എന്താണ്? the fear of lack. Hallelujah. കാരണം നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് 2 കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൃപയും സത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നതാണ്, നിയമം ആര് വഴി നൽകപ്പെട്ടു? മോശ വഴിക്ക് നൽകപ്പെട്ടു. കൃപയും സത്യം ആര് തന്നു? യേശുക്രിസ്തു. ഹല്ലേലൂയ. അവിടെ നമ്മൾ മനസ്സിലാക്കണം,
അവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ പറയുന്നത് ദ ലോ വാസ് ഗിവൺ ത്രൂ മോസസ്, അല്ലേ? മോശ വഴിയാണ് അത് നമുക്ക് കിട്ടിയത്. പക്ഷേ കൃപയും സത്യവും ആരാണ്? യേശു ക്രിസ്തു വഴിയാണോ? യേശു ക്രിസ്തു വഴിയാണോ? യേശു ക്രിസ്തു വഴിയാണോ? ഒന്ന് വായിച്ചേ. ഇറ്റ് വാസ് ജീസസ് ക്രൈസ്റ്റ്, അല്ലാതെ യേശു ക്രിസ്തു വഴിയല്ല. നിയമം മോശ വഴി നൽകപ്പെട്ടു, സത്യമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Hallelujah. It says, for the law was given through Moses, but grace and truth came through Jesus Christ. യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടതല്ല, യേശു ക്രിസ്തു വഴി തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ കൃപയും സത്യവും ആരാണ്? കൃപയും സത്യവും യേശു തന്നെയാണ്. Are you with me? There is a difference. One person, it was brought through someone. അവനൊരു ദൂതനായിരുന്നു. But യേശു ക്രിസ്തു വഴി ഉണ്ടായിരുന്നു. It is വായിക്കുകയാണെങ്കിൽ for the law was given through Moses, but grace and truth came through Jesus. One is given, the other is through Jesus Christ. കാരണം യേശു ക്രിസ്തു എന്താണ്? കൃപയാണ്. യേശു ക്രിസ്തു എന്താണ്? സത്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറയുക, അല്ലേ? പിന്നെയും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം. പിന്നെ നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, യോഹന്നാൻ 1:14 പറയുന്നത്, the word became flesh and dwelt amongst us, and we beheld his glory, the glory of the only begotten Son, full of grace and truth. അപ്പോൾ കൃപയും സത്യവും ആര് വഴി നമുക്ക് നൽകപ്പെട്ടു? യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഞാൻ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ ഞാൻ എന്താ സ്വന്തമാക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സത്യവുമാണ് ഞാൻ സ്വന്തമാക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഭയത്തിൻ്റെ വിപരീതം എന്താണ്? വിശ്വാസം. അപ്പോൾ എവിടെ നമ്മളുടെ വിശ്വാസം പോകുന്നുവോ അവിടെ ഭയം വരും. ഇറ്റ്സ് ലൈക്ക് ദിസ് ലൈറ്റ്. ഇവിടെ ആയിരിക്കുമ്പോൾ വെളിച്ചമിട്ടാൽ അന്ധകാരം പോകും. ലൈറ്റ് ഓഫ് ചെയ്താൽ എന്ത് വരും? അന്ധകാരം തിരികെ വരും. അപ്പോൾ എവിടെ നമ്മളുടെ വിശ്വാസം പോകുന്നുവോ അവിടെ ഭയത്തിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് ഇവിടെ വരാനായിട്ട്. നമ്മൾ പറയട്ടെ, ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ ഈ ഇരുട്ടിന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വരാനായിട്ട്? ഇരുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ട് എന്ന് നമ്മൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നുവോ അവിടെ അപ്പോൾ തന്നെ നമ്മളുടെ ജീവിതങ്ങളിൽ ഭയം വരും. നമുക്കൊന്ന് മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 29 വചനം ഒന്ന് വായിക്കാം. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് മസ്റ്റ് ബി ഒരു പ്രവൃത്തിയാണ്. ഫെയ്ത്ത് ഇസ് എൻ ആക്ഷൻ. അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റലക്റ്റിൽ ഇരിക്കേണ്ട ഒരു കാര്യമല്ല. ഫെയ്ത്ത് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ, ബിക്കോസ് ദ ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. ജീവിക്കുന്നത് ഇസ് എൻ ആക്ഷൻ, അല്ലേ മരിച്ചു കിടക്കും. ജീവിക്കുന്നത് ഇസ് എൻ ആക്ഷൻ. എന്ന് വായിച്ചേ. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അതിന് മുമ്പത്തെ ഒരു വചനം വായിക്കാം, 28. ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അപ്പോൾ അവിടെ യേശുവിൻ്റെ വചനത്തിൽ പത്രോസ് വിശ്വസിക്കുകയും ആ വിശ്വാസം ഒരു ആക്ഷനായിട്ട് അവൻ വള്ളത്തിൻ്റെ മുകളിൽ നടക്കുകയും ചെയ്തു. അടുത്ത വചനം വായിച്ചേ. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. മതി. അപ്പോൾ അവിടെ വിശ്വാസം പോയപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് വന്നു? ഓളങ്ങൾ കണ്ടപ്പോൾ ഭയം വന്നു. ഭയം എന്തായിരുന്നു? ഭയം is also an action. Fear is also an action. Are you with me? Just like faith is an action, fear is an action. അതുകൊണ്ടാണ് പലവരും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഭയമാണ്. നാളെ എങ്ങനെ രാവിലെ എൻ്റെ കടക്കാരെ കാണും എന്നറിയാത്തത് കൊണ്ട് ഇന്ന് രാത്രി തന്നെ തൂങ്ങിച്ചാവും. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം ഒരു പ്രവൃത്തിയാണെങ്കിൽ ഭയവും ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ഭയത്തിൻ്റെ പ്രവൃത്തിയിലാണോ അതോ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലാണോ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവസ്നേഹം ഗ്രഹിക്കാൻ പറ്റണം.
ആ ദൈവസ്നേഹം എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഏത് സാഹചര്യമാണ് എൻ്റെ ചുറ്റുമെങ്കിലും എനിക്ക് വിശ്വാസത്താൽ എൻ്റെ പ്രവൃത്തി, ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാൽ എനിക്ക് ജീവിക്കുവാൻ പറ്റും. പക്ഷെ ഞാൻ യേശുവിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ സ്നേഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഭയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഭയം എന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ അത് പ്രേരിപ്പിക്കും. കാരണം ഭയവും ഒരു ജസ്റ്റ് എൻ ഇമോഷൻ അല്ല, ഭയം പ്രവൃത്തിയിലേക്ക് പോകും. Are you with me? So everything, whether it is faith or whether it is fear, it will result in action, because faith is an action and fear is an action. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ യേശുക്രിസ്തു എന്നാണ് പറഞ്ഞത്? 31-ാമത് വരുന്നത് വായിക്കാം. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? നേരത്തെ നമുക്ക് വേറൊരു സുവിശേഷത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് യേശു ക്രിസ്തു ആ ബോട്ടിൽ പോയപ്പോൾ വലിയൊരു ഒരു കൊടുങ്കാറ്റ് പോലെ ഉണ്ടായി. അവിടെ യേശു ക്രിസ്തു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവിടെ പറയുന്നുണ്ടോ, ഓ യു ലിറ്റിൽ ഫെയ്ത്ത്, വൈ ഡു യു ഫിയർ? അപ്പോൾ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ വിപരീതം ഭയമാണ്. പക്ഷേ ഭയത്തിനെ ബഹിഷ്കരിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതല്ലേ, ഭയത്തിനെ ബഹിഷ്കരിക്കുന്നത് എന്താണ്? ഭയത്തെ ബഹിഷ്കരിക്കുന്നത് എന്താണ്? ദൈവസ്നേഹം. നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതല്ലേ? സിസ്റ്റർ ഒന്നും കൂടെ വായിക്കുക. 1 പത്രോസ് 1 യോഹന്നാൻ 4:18. പ്രിയപ്പെട്ടവരെ, ദിസ് വേർഡ് യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. നമ്മൾക്ക് നമ്മുടെ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നിങ്ങളെ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഒന്ന് പറയാവോ? സ്നേഹത്തിന് ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഭയത്തെ ബഹിഷ്കരിക്കുന്നത് എൻ്റെ കഴിവുകളോ എൻ്റെ തീരുമാനങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പൂർണ്ണമായ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ ഭയത്തിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ നമ്മൾ ആർക്കാണ് നമ്മളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വരും. നമ്മൾ ഹൂ ആർ യു സബ്മിറ്റഡ് ടു? അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, യോഹന്നാൻ 1:17, ദ ലോ വാസ് ഗിവൺ ത്രൂ മോസസ്, ബട്ട് ഗ്രേസ് ആൻഡ് ട്രൂത്ത് കെയിം ഫ്രം ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ നിയമത്തിന് നമ്മൾക്ക് സമർപ്പിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം നിയമത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ കൃപയും സത്യത്തിൻ്റെയും കീഴിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അപ്പോൾ ഏത് വ്യക്തിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തി നിയമത്തിന് സമർപ്പിച്ച വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കൃപയ്ക്ക് സമർപ്പിച്ച വ്യക്തിയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദ ലോ വാസ് ഗിവൺ ത്രൂ, ഗ്രേസ് ആൻഡ് ട്രൂത്ത് came through. Given through and came through are two things. Given through എന്ന് പറയുന്നത് വേറെ ആൾ വഴി ഞാനൊരു ദൂതനായിട്ട് വന്നു. Came through എന്ന് പറഞ്ഞാൽ എന്നിൽ വഴി വന്നു. It came through me. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കൃപയും സത്യവും യേശു ക്രിസ്തു വഴിയാണ്. He is the grace, He is the truth in our life. Hallelujah. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷം നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നമ്മൾ കൃപയിൽ നമ്മൾ ആശ്രയിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൃപ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുക? ജീവനിലേക്ക് നയിക്കും. അതേസമയം നമ്മൾ നിയമത്തിനാണ് നമുക്ക് സമർപ്പണവും നമ്മളുടെ ജീവിതവും ആശ്രയവും എങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? നിയമം എന്തിലേക്ക് നയിക്കും? നിയമം മരണത്തിലേക്ക് നയിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ്ഡ് ആയിരിക്കും, എങ്ങനെയാണ് നിയമം മരണത്തിലേക്ക് നയിക്കുക? പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. നിയമം നമ്മളെ ഒരിക്കലും ജീവനിലേക്ക് നയിക്കുകയില്ല. നിയമം എപ്പോഴും നമ്മളെ മരണത്തിൽ